ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എന്നും ഒരുപോലെയുള്ള ദോശയൊക്കെ കഴിക്കുമ്പം ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കണ്ടേ? അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്താകുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എന്നാൽ പിന്നെ വേഗം തന്നെ നമുക്ക് നമ്മുടെ ദോശ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ചമ്മന്തി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം. അത്യാവശ്യം നല്ല സ്പൈസി ആകുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മുടെ ചമ്മന്തി നല്ല രീതിയിൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്താണ് ഞാനിത് അരച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം, ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. ഇനിയിപ്പം നമുക്ക് അടുത്തതായിട്ട് മുട്ടയൊന്ന് ശരിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മളുടെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 സ്പൂൺ പച്ചവെള്ളം കൂടി ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മുട്ട നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ ചുടാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ദോശമാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമ്മൾ പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒഴിച്ച് നമ്മൾ സാധാ ദോശ ചുടുന്ന പോലെ തന്നെ ഇതുപോലെ നല്ല നൈസായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചൂട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരുപാട് ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ദോശയൊക്കെ നന്നായിട്ട് പരത്തി ആ മുകൾ വശമൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലും ബട്ടറും കൂടെയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ദോശ മൊരിഞ്ഞ് കിട്ടുന്നത്. ഇനി ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നാലും ഓവറാക്കി അങ്ങ് സ്പ്രെഡ് ചെയ്യണ്ട കേട്ടോ. ആവശ്യത്തിന് മാത്രം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ടൊമാറ്റോ സോസൊക്കെ ദോശയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചമ്മന്തി ഇല്ലേ, അതും കൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ചമ്മന്തി എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊന്നും പ്രശ്നമല്ല. കറക്റ്റ് ആ സ്പൈസ് ലെവലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, കാരണം നമുക്ക് ഈ 3 മിക്സിൻ്റെയും ടേസ്റ്റ് ഒരുപോലെ വരണം. അപ്പോൾ മുട്ടയുടെ മിക്സ് കൂടിപ്പോയാൽ മുട്ടയുടെ ടേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് കൂട്ടി വെച്ചാൽ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് ബട്ടറും ഓയിലും കൂടെ ഉള്ള മിക്സും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമുക്ക് ഒരുപാട് നേരം ഒന്നും ഇത് പാനിൽ വെക്കേണ്ട ആവശ്യമില്ല. 2 സൈഡും ജസ്റ്റ് നമ്മളൊന്ന് തിരിച്ചിട്ടൊന്ന് മൊരിച്ചും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്, അടുത്ത സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് നേരം മാത്രം മതി, വേഗം തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നും നമ്മൾ ഒരുപോലെയുള്ള ദോശയല്ലേ കഴിക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ സ്പെഷ്യൽ ദോശ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.